ഹായ്, ഇന്ന് വളരെ എണ്ണ ചെലവ് കുറച്ച് വാഴയിലയിൽ എങ്ങനെ മീൻ പൊള്ളിച്ചെടുക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചു, ആ വീഡിയോ ഒന്നുകൂടെ കാണിക്കണം. ഏതൊക്കെ മീൻ മറക്കാൻ പറ്റും വാഴയിലയിൽ? എല്ലാ മീനും മറക്കാം, കരിമീൻ മാത്രമല്ല. നമുക്ക് മീൻ മറക്കാം, ഇത് പറ്റ അല്ലാത്തത് എല്ലാ മീനും മറക്കാം. ഇപ്പം ഞാൻ മത്തി വേണേ വറക്കാം, അയല വറക്കാം, എല്ലാ മീനും വറക്കാം. തള, കട്ടള, ഇങ്ങനെയൊക്കെ എല്ലാം വറക്കാം. ചിണ്ടാൻ വന്നു, അവന് മീനിൻ്റെ തല ആവശ്യമാണ്. അവൻ വന്ന് അപ്പം ഞാൻ അതിനായിട്ട് എനിക്ക് അയലയാണ് കിട്ടിയതേ. മീനൊന്നും കിട്ടാനില്ല. പെട്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ അയലയാണ്. ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് ഇലയിൽ വളരെ ടേസ്റ്റായിട്ട് ആ മീനൊന്നും കൂട്ടണ്ട, അതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയാൽ മതി നമുക്ക് ചോറുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം അങ്ങനെ 2 മീൻ ഞാൻ പൊരിച്ച് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ 2 മീൻ എടുത്തത്. ആദ്യം 2 മീൻ നമ്മൾ വെട്ടി തേച്ച് കഴിയെടുത്തു. അതിനകത്തോട്ട് ശകലം കുരുമുളക് പൊടി ഇട്ടു, ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ടു, ഒരു ശകലം മഞ്ഞൾ പൊടി ഇട്ടു. ഈ 2 മീൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. ഇതിപ്പോൾ ഞാനിങ്ങനെ പുരട്ടി വെച്ചിരിക്കും. നമുക്കൊരു 5 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാനിതിപ്പോൾ പുരട്ടി വെച്ചിരിക്കുക. ഇനി ഞാനിത് വറുത്ത് കാണിക്കാം. ഇനി ഞാനത് എണ്ണ തീരെയില്ല, കണ്ടോ, പാലപ്പച്ചട്ടിയാണ്. ഇതേലെ ചുമ്മാ ഒന്ന് ഈ മീൻ നടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം. എണ്ണയില്ല, കണ്ടോ, നോക്കിയേ, എണ്ണയില്ല. പാലപ്പച്ചട്ടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി എണ്ണ തൂത്തും. ഇനി ഈ മീൻ അതിലിട്ടൊന്ന് 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം, ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി അതിനാവശ്യമായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കുകയാണേ. അതിന് ഒരു തുള്ളി എണ്ണ വേണ്ടി വരും. ശകല അത് ഞാൻ കാണിക്കാം. ശകല എണ്ണ മതി. ആ തക്കാളിക്കായി ഉള്ളി ഒന്ന് വെള്ളാൻ വേണ്ടി മാത്രം. അല്ലോ, ഈ കുഞ്ഞ സ്പൂണിൽ ഇച്ചിരി ഒഴിച്ച്, കടുകൊന്നും ഇതൊന്നും വേണ്ട. ഈ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ സവോള ഇടണം. ഒരു സവോള അരിഞ്ഞിടണം. നമുക്ക് എത്ര മീനാണോ വറുക്കുന്നത് അതനുസരിച്ച് ഇടണം. തക്കാളിക്കാരല്ല. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിനൊരു ശകലം ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ മീൻ വറുത്തപ്പോൾ ഒരു ശകലം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഈ പേസ്റ്റിന് മാത്രം, വാഴയിൽ മാത്രം ഒരു ശകലം ഉപ്പിടുന്നില്ല. അപ്പോൾ ഈ സവോള അങ്ങ് വളർന്ന് വരും, നല്ലതായിട്ട് വളർന്ന് വരും. ഇനി അതിനാവശ്യമായിട്ട് ഒരു തക്കാളിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇച്ചിരി കറിവേപ്പില ഉപ്പിട്ടിട്ടുണ്ടല്ലോ, വെള്ളങ്ങളൊന്ന് വളർന്നു വരും. ഈ ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ശകലം ചേർക്കണം. ഇതൊന്നും വേണ്ട, ശകലം എല്ലാം കൂടെ ഒന്ന് വഴന്നു വേണ്ട. ഇനി അതിനാവശ്യമായിട്ട് ആ തക്കാളിക്ക് കഴിക്കുന്ന പേസ്റ്റ് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് ഇട്ടു. ചിലവർ 2 സ്പൂൺ ഇടും. ഞാനിപ്പോൾ 2 മീനെല്ലാം അതുകൊണ്ട് 1 സ്പൂൺ ഇട്ടു. ഈ കുറച്ച് വെച്ച് പറ്റണേ. അതിൽ ശകലം മഞ്ഞൾ പൊടി ഇടുന്നത് കേട്ടോ, ഒത്തിരി ഇടില്ല. ചുവച്ച് നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് ഓൾറെഡി എന്നിട്ട് ശകലം മഞ്ഞൾ പൊടി ഇടും. ഇനി ഇതൊന്ന് നല്ലോണം വന്നിട്ട് ഈ പച്ചമുളക് പൊടിയുടെ മണം ഒന്ന് മാറുന്ന വരെ നല്ലൊരു തക്കാളിക്കായും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴണ്ട് വരും. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്ത് 2 വള്ളി ഇത് ഇങ്ങനെ വെച്ചു. വാഴനാര് തന്നെയാണ്. ഒരു ഇല വെട്ടി അതിങ്ങനെ വാട്ടി ഇങ്ങനെ വെച്ചു. നമ്മളിത് ഈ മസാല ശകല കോരി ഇങ്ങനെ. ഈ പേസ്റ്റ് മാത്രം മതി. മീൻ വറുത്തതൊന്നും കൂട്ടേണ്ട ആവശ്യമേ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളിതുവരെ സഹകരിച്ചതിന് നന്ദി. എൻ്റെ വീഡിയോയ്ക്ക് എല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ നിൽക്കണം എല്ലാവരും. ഞാനിത് വെച്ചേ. ഇനി ബാക്കി പേസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ഈ ചട്ടി തന്നെ നമുക്കങ്ങ് വറുത്താൽ മതി. തുള്ളി പോലെ എണ്ണ ചേർക്കണ്ട, എണ്ണ വെക്കുകയേ വേണ്ട. അതെ, അപ്പം നമ്മളെ തക്കാളിക്ക് വഴറ്റാനായിട്ട് ശകലം എണ്ണയില്ല നോക്കാം. ഇനി ഈ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് വറക്കാം. ഇതിങ്ങനെ വെച്ചല്ലോ. ഈ മസാല ഇങ്ങോട്ടൊന്ന് കോരി ഇതിലോട്ടൊന്ന് പൊതിയാൻ വെക്കുക. അപ്പം കോരി ഇതിങ്ങനെ പൊതിയുക. നമ്മൾ ചോറ് പൊതിയുന്നത് പോലെ ഇങ്ങനെ പൊതിയുക.
പൊടിഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടി ചരട് നമ്മൾ അതിൻ്റെ അടുത്ത് കെട്ടുക. ഈ ചരട് വെച്ച് നമ്മൾ കെട്ടുക. ഒരു കെട്ട് കെട്ടിയാലും മതി, മുറിഞ്ഞ് ചെയ്യുന്നത് അഴിഞ്ഞു പോകാതെ. അതിന് 2 വള്ളിയും കെട്ടുക. പരിപാടിയുള്ളൂ. ഇനി ഇത് ഈ ചൂടായ ചട്ടിയിലോട്ട് ഞാൻ വെക്കുക. എണ്ണ ശകലം പോലും ഇല്ലല്ലോ, ഉണ്ടോ? ഇനി എണ്ണ ഒഴിച്ച് വറുത്തെന്ന് പറയുന്നു. ഇനി ഇങ്ങനെ വെക്കുക. നമ്മളൊരു അടപ്പ് വെച്ച് അടയ്ക്കും. ഇനി ഓയിൽ ഇട്ടാൽ മതി. കുറച്ചായിട്ടിരിക്കുന്നു. കുറച്ചിട്ടിട്ട് നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും, 2 വശവും കൂടെ. അത്രയും മതി. എൻ്റെ എണ്ണ കുറച്ച് വാഴയിലയിൽ പൊള്ളിച്ച മീൻ പൊരിച്ചത് റെഡിയായി. ഉണ്ടോ? നല്ല മണം അടിച്ചിട്ട് തന്നെ ഇപ്പോൾ ചോറുണ്ണാൻ തോന്നുന്നു. ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഊണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതുണ്ടോ? വെളുത്ത ചോറ്. എല്ലാവരും വായോ, എൻ്റെ കൂട്ടുകാരെല്ലാം വാ കഴിക്കാം. വെളുത്ത ചോറ്, ചക്കപ്പുഴുക്ക്. അപ്പം എല്ലാവരും വായി വെള്ളം ഊറും. മോര് കറി, മഞ്ഞ കളറിലെ മോര്, പുളിശ്ശേരി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടില്ലേ എണ്ണമാങ്ങ റെഡിയായി. എൻ്റെ എണ്ണമാങ്ങ അച്ചാറതേ ഉണ്ട്. 15 ദിവസമായി പോയിട്ടിട്ട് ഒരു കുഴപ്പമില്ല. നല്ല റെഡി ആയിട്ടിരിക്കും എണ്ണമാങ്ങ അച്ചാർ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.